അദൃശ്യമായ നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആ പ്രവാചകന്മാരിൽ ഏതെങ്കിലും ഒരു വ്യക്തി, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാള് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ഒരു വാചകം നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കാണിക്കാമോ? കാണിച്ചു തരാൻ കഴിയോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ നിലക്ക്, ഗൈബിയായ നിലക്ക്, ഉപദ്രവിക്കും സഹായിക്കും എന്ന നിലക്ക് ഏതെങ്കിലും ഒരു പ്രവാചകൻ, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ എന്ന ലോകത്തോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ, ആ പ്രവാചകന്മാരിൽ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ച ഒരു ചോദ്യം ഉദ്ധരിക്കാൻ കഴിയോ? ഇല്ല. എന്നാൽ മുജാഹിദുകൾക്ക് തെളിവ്, മുജാഹിദുകൾ തൗഹീദ് പറയുമ്പോൾ, മുജാഹിദുകൾ തൗഹീദ് വ്യക്തമാക്കുമ്പോൾ മുജാഹിദുകൾ തെളിവായി ഉദ്ധരിക്കുന്നത് പ്രവാചകന്മാരെയാണ്. തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ എടുത്തുദ്ധരിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചെറിയ കുട്ടികൾ പോലും ഓതി പറയുന്നു. അതെന്താ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബിയുടെ പ്രാർത്ഥന റബ്ബന എന്നാണ്, ശൈഖന എന്നല്ല, വലിയന എന്നല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും സൃഷ്ടികളോടല്ല, നേരെ മറിച്ച് അല്ലാഹുവിനോടാണ് പ്രാർത്ഥന. ഹൂദ് നബി, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി, പടച്ചവനെ എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണല്ലോ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബി എന്നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി, എന്റെ രക്ഷിതാവേ ഞാൻ എന്റെ കുടുംബത്തെ താമസിപ്പിച്ചു എന്നാണ്. സക്കരിയ നബിയുടെ പ്രാർത്ഥന റബ്ബഹു റബ്ബി ലാ തദർനി ഫർദാ, സക്കരിയ നബി പ്രാർത്ഥിച്ചത് റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അങ്ങനെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെങ്കിലും തൗഹീദ് പഠിപ്പിക്കാൻ വന്നവരാണ്. ആ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരെങ്കിലും അഭൗതികമായ നിലക്ക്, അദൃശ്യമായ നിലക്ക്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടാൻ വേണ്ടി ചോദിച്ചത് അള്ളാഹുവിനോടാണ് എന്നതിന് ഖുർആൻ സാക്ഷിയാണ്. അതാ മുജാഹിദുകൾ എടുത്തുദ്ധരിച്ചത്, അല്ലാതെ മുജാഹിദുകൾ പുതിയൊരർത്ഥം കണ്ടുപിടിച്ചതല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ചത് കൃത്യമായി എടുത്തുദ്ധരിക്കുകയായിരുന്നു മുജാഹിദുകൾ ചെയ്തത്. എന്നാൽ എതിർപക്ഷോ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, തങ്ങളുടെ പ്രാർത്ഥിക്കാമെന്ന നയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്തെടുത്തു? ഖുർആനിലെ ആയത്ത് പോലും കോട്ടിമാട്ടി. എന്താണ് തെളിവറിയോ? വിശുദ്ധ ഖുർആനിലെ എല്ലാവർക്കും അറിയുന്നൊരായത്താണത്. തൗഹീദിന്റെ പ്രഖ്യാപനമാണത്. ഒരു വിശ്വാസി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയേണ്ട വാചകമാണത്. അതാ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന വാചകത്തിന്റെ അർത്ഥം മാറ്റിയതാരാ? മുജാഹിദുകളല്ല, നേരെ മറിച്ച് പൈസിമാരല്ലേ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, വയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ലാതെ മാത്രം എന്നവിടെ ഇല്ല. മാത്രം എന്ന ആ ഭാഗം എടുത്തു മാറ്റിയില്ലേ? എന്നാൽ ഈ പൈസിമാർക്ക് മുമ്പ് പൈസിമാരെ പഠിപ്പിച്ച ഉസ്താദുമാര് പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. KV കൂറ്റനാട് മുസ്ലിയാർ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. KV കൂറ്റനാട് മുസ്ലിയാർ എഴുതിയ പരിഭാഷയിൽ ഇയ്യാക നഅ്ബുദു എന്നതിന് മാത്രം കൊടുത്തിട്ടുണ്ട്. വയ്യാക നസ്തഈൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ കൂറ്റനാടിന്റെ പിൻഗാമിയായി അല്ലെങ്കിൽ സമകാലീനായി കടന്നു വന്ന പലിശ ഫൈസി എന്ന പേരിൽ ഫേമസ് ആയ മുസ്തഫൽ ഫൈസി, എല്ലാരും വെറും ഫൈസിയാണെങ്കിൽ ഇത് അൽ ഫൈസിയാണ്, അല്ല് ചേർന്ന ഫൈസിയാണ്. ആ അല്ലിന്റെ എല്ലും ആ തണ്ടും കൊണ്ട് അദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആൻ കോട്ടിമാറ്റി. മാത്രം എന്ന ആയത്തെടുത്തു മാറ്റിയപ്പോ നമ്മുടെ നാട്ടിലെ ധാർമ്മികൾ തന്നെ ചോദിച്ചു, അല്ല ഉസ്താദേ, KVയുടെ ഖുർആൻ പരിഭാഷയിൽ നോക്കിയപ്പോൾ മാത്രം എന്നുണ്ടല്ലോ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നുവെന്ന് KVയുടെ പരിഭാഷയിലുണ്ടല്ലോ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നുവെന്ന് KVയുടെ പരിഭാഷയിലുണ്ടല്ലോ, എന്നാൽ നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ മാത്രം എന്താ മാറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഞാൻ യഥാർത്ഥം പറയാറില്ല, പദാർത്ഥമേ പറയൂ. കാരണം യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്, പദാർത്ഥത്തിൽ മാത്രം ഇല്ല. അതുകൊണ്ട് ഞാൻ യഥാർത്ഥം പറയില്ല, പദാർത്ഥമേ പറയൂ എന്ന് പരസ്യമായി അദ്ദേഹം പ്രസംഗിച്ചില്ലേ? ഇത് ഞാൻ പറഞ്ഞാൽ അങ്ങനൊന്നും ഉണ്ടാവൂലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ കേട്ടോ. നിന്നെ ആരാധിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്നാണ് എന്റെ പരിഭാഷയിൽ ഞാൻ എന്റെ വ്യാഖ്യാനിച്ചത്.
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട KV ഉസ്താദ് അവർ കഥ അവർ എഴുതിയത്. ഇത് രണ്ടും സുന്നി ആശയം തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നിടത്ത് അതിന്റെ പദാർത്ഥം മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത്. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളിടത്ത് ഉദ്ദേശാർത്ഥം കൂടി പരിഗണിച്ചു. ഇനി വേറൊരു ചോദ്യം, ഇപ്പൊ ഞാൻ മറുപടി പറയുന്ന സമയമാണ്, എനിക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ അർത്ഥം എന്താ? കാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ, അല്ലേ? അങ്ങനെയല്ല അർത്ഥം? എല്ലാരും പറയുന്ന അർത്ഥം തന്നെയല്ലേ? തിരുനാമത്തിൽ മാത്രമാണോ അതല്ല വേറെ ആരുടെങ്കിലും നാമം അവിടെ നമ്മൾ ചേർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം, അല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അല്ലാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം, അല്ലേ? സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ്, തിരുനാമത്തിൽ എന്ന് മാത്രം എന്ന് പറയാതെ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു ഒതുക്കിയത്? എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ പദാർത്ഥത്തിൽ മാത്രം ഇല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അത് തന്നെ ഇയ്യാക്കനാകുന്നുണ്ട്. അവിടെ പദാർത്ഥത്തിൽ നിന്നെ മാത്രം എന്നില്ല, യഥാർത്ഥത്തിൽ നിന്നെ മാത്രം ഉണ്ട്. രണ്ടും ശരി. കണ്ടോ? പദാർത്ഥത്തിൽ മാത്രം ഇല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അപ്പൊ ഞാൻ പദാർത്ഥത്തെ പറയൂ, യഥാർത്ഥം പറയാറില്ല, അല്ലേ? അല്ലർത്ഥോ? മൂപ്പര് പദാർത്ഥത്തെ പറയൂ, യഥാർത്ഥം പറയൂല. പദാർത്ഥത്തിൽ മാത്രം ഉണ്ട്, പദാർത്ഥത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. പക്ഷെ ഞാനിത് കൊടുത്തില്ല, യഥാർത്ഥം ഞാൻ കൊടുത്തില്ല, KV കൊടുത്തു എന്നാ പറഞ്ഞത്. ഇങ്ങനെ അള്ളാന്റെ ഖുർആൻ പോലും കോട്ടിമാട്ടിയിട്ട്, അതിന്റെ ആയത്തുകൾ പോലും കോട്ടിമാട്ടിയിട്ട് തൗഹീദിനെ തെറ്റിച്ച് ഈ സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ എന്തെല്ലാം പണിയാ പുരോഹിതന്മാരെ നിങ്ങൾ ചെയ്തത്, എന്തെല്ലാം അധ്വാനം നിങ്ങൾ കാഴ്ചവെച്ചത്. എന്നിട്ട് ആ മുജാഹിദികള് എവിടുന്നാ തൗഹീദ് പഠിച്ചത്? ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന്, തൗഹീദ് പഠിപ്പിക്കാൻ വന്ന പ്രവാചകന്മാരുടെ ജീവിത ശൈലിയിൽ നിന്ന്, അവരുടെ പ്രവർത്തന മേഖലകളിൽ നിന്ന്. അവിടുന്ന് മുജാഹിദികൾ തൗഹീദ് പഠിച്ചത്. ഇനിയോ ഇനി മൂപ്പര് പറയാ, മുജാഹിദികൾക്ക് മരിച്ചുപോയവരിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെടും തെളിയിച്ചാൽ അവരുടെ നിലപാട് അവർ മാറ്റം വരുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ തെളിയിക്കാൻ പോവാണ്. എന്ത്? മരിച്ചുപോയവരിൽ ദുനിയാവുമായി ബന്ധപ്പെടും എന്നതിന് ഞാനിതാ തെളിവ് ധരിക്കാൻ പോവാണെന്നുള്ള മൂപ്പര് 1-2 തെളിവ്. അതിലൊരു തെളിവെന്താ അദ്ദേഹം പറയുന്നത്? എന്നാ പിന്നെ ആ പുസ്തകം ഒന്ന് വാങ്ങി നോക്കാറന്ന്. അങ്ങനെ വാങ്ങി നോക്കിയതാണ്. ആ പാഠപുസ്തകത്തിൽ പറയുന്ന ഹദീസ് എന്താ? അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾപ്പെട്ടതാണ് വെള്ളി. അതുകൊണ്ട് ഫാക്കിഫിറു അലയ്യ മിനസ്സലാത്തി ഫീ, വെള്ളിയാഴ്ച നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലൽ വർദ്ധിപ്പിക്കണേ. ഇത് പറഞ്ഞിട്ട് ആദരവായ റസൂലുള്ള പറയുകയാണ്. കാരണം ഫഇന്ന സലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, ലോകത്തിന്റെ ഏത് മുക്ക് മൂലകളിൽ വെച്ച് ആര് എപ്പോൾ ഏത് ഭാഷയിൽ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും പ്രാർത്ഥിച്ചാലും ഫഇന്നഹാ മഅറൂദത്തുൻ അലയ്യ, ആ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വേറെ റിവായത്തിലുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ മദീനയിൽ അവിടെ ഇവിടെ ചില സ്വലാത്ത് നിങ്ങൾ അറിഞ്ഞു കണ്ടു കേട്ടു ഒക്കെ പറഞ്ഞാൽ ഏറെക്കുറെ ഉൾക്കൊള്ളാം. പക്ഷേ ഒരു നാൾ നിങ്ങൾ വഫാത്താകും, കബറടക്കപ്പെടും, മണ്ണിൽ വെക്കും, നിങ്ങൾ ദ്രവിച്ചു പോകും. ദ്രവിച്ചു പോയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ലോകത്തുള്ള മുസ്ലിം ജനകോടികൾ ചില സ്വലാത്ത് കാണാൻ സാധിക്കുക? അള്ളാന്റെ റസൂൽ മറുപടി പറയാ, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഈ ഭൗതിക ശരീരത്തിന്റെ നിലനിൽപ്പല്ല കാഴ്ചയുടെയും കേൾവിയുടെയും മാനദണ്ഡം, ആത്മാവിന്റെ പ്രത്യേകത. ഇനി ഭൗതിക ശരീരത്തിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ പ്രശ്നമാണ് കാണുന്നതെങ്കിൽ, ഞങ്ങൾ അമ്പിയാക്കൾ പ്രവാചകന്മാർ സമൂഹമാണ്, ഞങ്ങളുടെ ഭൗതിക ശരീരം മണ്ണിൽ വെച്ചാൽ അത് ദ്രവിച്ചു പോകുന്നത് ഈ മണ്ണിന് അള്ളാഹു വിലക്കേർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്താ ഈ ഹദീസിൽ മുജാഹിദിന്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്? ഒരു വിധം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഹദീസാണ് പാഠപുസ്തകത്തിൽ കൊടുക്കൂലല്ലോ. ആ ഹദീസിൽ പറയുന്നത് കറക്റ്റ് ഹദീസ് പറയുന്നതാ, ലോകത്താറ് എപ്പോ എവിടെ വെച്ച് സ്വലാത്ത് ലഭിക്കേണ്ട പ്രാർത്ഥന അത് റസൂലുള്ളാഹി കണ്ടുകൊണ്ടിരിക്കുക. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായപ്പോൾ അള്ളാഹുന്റെ റസൂലിന്റെ ആത്മീയമായ ശക്തിയല്ലേ? അപ്പൊ ആത്മീയമായ ലോകത്തുള്ള മഹാത്മാക്കൾ ഭൗതിക ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇടപെടുന്നുണ്ടോ അറിയുന്നുണ്ടോ രേഖ നമ്മൾ കൊടുക്കുന്ന മുജാഹിദിന്റെ പാഠപുസ്തകമാണ്. കണ്ടോ എങ്ങനെയുണ്ട് തെളിവ്?
പക്ഷെ തെളിവ് ഉദ്ധരിക്കാൻ മൂപ്പർക്ക് അറിയില്ല, കളവ് പറയാൻ മാത്രമേ അറിയുള്ളൂ. കാത് മൂപ്പരനെ പറയുന്നത് കളവ് പറയും, അബദ്ധവും പറയും, പക്ഷെ തെളിവ് ഉദ്ധരിക്കാൻ അറിയില്ല.